ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരുടെ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു പോർഷനാണ് കേട്ടോ. ആ മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് കോയാക്സിയൽ കേബിൾ എന്നുള്ള പോർഷനാണ്. ഒരു ചെറിയ ഡെറിവേഷനാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഇത് ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ. നമുക്ക് ഇതിനകത്ത് ശരിക്കും കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ, അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് കോയാക്സിയൽ കേബിൾ, ഇത്രയാണുള്ളത്. ഇതിന്റെ ഡെറിവേഷൻ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ സിലബസിൽ. അപ്പോൾ എന്താണ് ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പം കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് തന്നെ ചോദിച്ചു കൊള്ളണമെന്നില്ല. കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കണ്ടക്ടേഴ്സ് ഓർ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ, അതൊരു പേരാണ്, ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. എ ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ് ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി ഓർ സിഗ്നൽസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ കണ്ടക്ടേഴ്സ്. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഒന്നെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിറൈവ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് ചോദിക്കാം. അപ്പം ഇതോ കണ്ടു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, consist of 2 parallel conductors separated by a certain distance and carrying equal and opposite charges. രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഫിഗർ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ കപ്പാസിറ്റൻസ്. എന്താണ് ഒരു കപ്പാസിറ്റൻസ്? അല്ലെങ്കിൽ ഒരു കണ്ടക്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവുന്നത്? ഇതൊക്കെ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന കാര്യമായിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ മാത്രമാണ് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ ഡിറ്റർമൈൻസ് ദ എബിലിറ്റി. കപ്പാസിറ്റൻസ് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ടു സ്റ്റോർ ദ ഇലക്ട്രിക്കൽ ചാർജ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദ പെർഫോമൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. അപ്പൊ അതാണ് ശരിക്കും കപ്പാസിറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്, ഇനി ബാക്കി വായിക്കുന്നില്ല. ജസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കാം? പാരലൽ കണ്ടക്ടേഴ്സ് എന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിക്കാം. അപ്പൊ നമുക്കിനി ഡെറിവേഷനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എപ്പോഴും ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ അതിനകത്ത് ഫിഗേഴ്സ് ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് ആ ഒരു 2-വയർ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്നതിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഡെറിവേഷൻ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഡിറൈവ് ചെയ്ത് പോകാൻ. ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ 2-വയർ ട്രാൻസ്മിഷൻ ലൈനാണ്. സോ നമ്മൾ 2 കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് റേഡിയസ് ഓഫ് ഈച്ച് കണ്ടക്ടേഴ്സ്, ഓരോ കണ്ടക്ടേഴ്സിന്റെയും റേഡിയസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓരോ കണ്ടക്ടേഴ്സിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ r ആണ്. അതുപോലെ തന്നെ ഈ 2 കണ്ടക്ടേഴ്സിനെയും നമ്മളൊരു d എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ഒരു കണ്ടക്ടറിനകത്ത് പോസിറ്റീവ് ചാർജ്, അതിനെ കാണിച്ചിരിക്കുന്നത് +q എന്നാണ് കാണിച്ചിരിക്കുന്നത്, കൂളം പെർ മീറ്റർ ആണ്. +q എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടർ. മറ്റേ കണ്ടക്ടർ നെഗറ്റീവ് ചാർജ് ആണ് ക്യാരി ചെയ്തിരിക്കുന്നത്, അതാണ് എഴുതിയിരിക്കുന്നത്. വൺ കണ്ടക്ടർ ക്യാരീസ് പോസിറ്റീവ് ചാർജ്, ദെൻ അതർ കണ്ടക്ടേഴ്സ് ക്യാരീസ് നെഗറ്റീവ് ചാർജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പേസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഒന്നെങ്കിൽ എയർ അല്ലെങ്കിൽ അത് ഡൈഇലക്ട്രിക് മീഡിയം ആകാം. അപ്പം ഇതാണ് ശരിക്കും അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പം നമ്മളൊരു ഡെറിവേഷൻ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ഫിഗർ നോക്കി അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇതിനകത്തുനിന്ന് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യമാണ് ആദ്യം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 2-വയർ ട്രാൻസ്മിഷൻ ലൈനിന്റെ കപ്പാസിറ്റൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈനലി വേണ്ട ആൻസർ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ C=2 എന്ന് പറയുന്നതായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കിട്ടാമെന്ന് നോക്കാം. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇന്ന കാര്യങ്ങളാണ്, അതിനകത്ത് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മോൾ ലെറ്റർ r ആണ് അതിന്റെ റേഡിയസ് എന്നുള്ളത്. രണ്ടിനും അത് തന്നെ കേട്ടോ, രണ്ടിനും സ്മോൾ ലെറ്റർ r ആണ്. പിന്നെ രണ്ടും എന്താണ് ചാർജ് ക്യാരി ചെയ്ത്, ഒന്ന് +q ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്, മറ്റത് നെഗറ്റീവ് ചാർജ് ആണ് ക്യാരി ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തു. പിന്നെ ഡിസ്റ്റൻസ് എന്താണ്? d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്കറിയാവുന്ന r റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ, ദെൻ d എന്ന് പറയുന്ന അതിന്റെ സ്പേസിംഗ് ആണ്, ദെൻ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ദെൻ ബാക്കി നോക്കാം.
അടുത്ത നോക്കിയേ, ഫോർ ഡിറൈവിംഗ് ദ കപ്പാസിറ്റൻസ് ദ ഫോളോയിങ് അസംപ്ഷൻസ് ആർ മെയ്ഡ്. നമ്മൾ കുറച്ച് അസംപ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് ഡെറിവേഷൻ ആണെങ്കിലും അങ്ങനെയാണ്. കണ്ടക്ടേഴ്സ് ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ എന്താണ്, കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ്ലി സിലിണ്ടറിക്കൽ ടൈപ്പ് ആണ്. ദെൻ ചാർജസ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ദെൻ ഇത് ഡൈലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും. ദെൻ എഡ്ജ് എഫക്ട്സ് എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് എഴുതണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് വേണം എഴുതാൻ. ഇപ്പോൾ മാർക്ക് അതിന് വേണ്ടിയില്ല, ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗർ വരയ്ക്കുക. ദെൻ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അതിനകത്ത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, നേരെ ഡെറിവേഷനിലോട്ട് പോവാം. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് കപ്പാസിറ്റൻസ് ഇതിനകത്തൊന്നും കണ്ടുപിടിക്കില്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. അത് നോക്കി, 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൺസിഡർ ചെയ്യും. ഈ കണ്ടക്ടർ നമ്മളൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഈ 2 കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇതൊന്നും എന്താണ് അത്ര ഇതിലല്ല, പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ ലെറ്റ് us കൺസിഡർ എ പോയിന്റ്. ഞാൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഡിസ്റ്റൻസിൽ വന്നിരിക്കുകയാണ്. ഈ പോസിറ്റീവിൽ നിന്നിട്ട് എക്സ് ഡിസ്റ്റൻസിൽ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് ദ പോയിന്റ്. ഇതാണ് എന്റെ പോയിന്റ്. എക്സ് ഡിസ്റ്റൻസിലാണ് ആ ഒരു പോയിന്റ് ഇരിക്കുന്നത്. എങ്കിൽ ബാക്കി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി മൈനസ് എക്സ് ആയിരിക്കും അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആണ്. സോ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഒരു പോയിന്റ് എങ്കിൽ മറ്റൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ് വെച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നോക്കിയേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ എന്താ ഒരു കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യും അല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് ആദ്യം നമ്മളെ 2 കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്നിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എക്സ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഫോർ എ 2-wire ലൈൻ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ബോത്ത് കണ്ടക്ടേഴ്സ്. നമുക്കറിയാം ഒരു 2-wire ലൈനാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ 2 എണ്ണത്തിന്റെയും, അതായത് ഈ 2 എണ്ണത്തിന്റെ ഇലക്ട്രിക് ഫീൽഡും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് പോകുന്നത്. സോ നോക്കിയാൽ എന്താണെന്നുള്ളത് ബേസിക് ഇക്വേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള, എനിക്കൊന്ന് ഗോസ്തി ആംബിയസ് തിയറം, അതിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ എങ്ങനെയാണ് E = Q/2πε എങ്ങനെ കിട്ടി എന്നൊരു ഇക്വേഷന്റെ ആവശ്യം നിങ്ങൾക്കില്ല. നേരിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്ത് പോവാം. ഓക്കെ, ദെൻ യൂസിങ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നമുക്കറിയാം ഇപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആണ്, ദെൻ മറ്റേത് D-x ആണെങ്കിൽ എക്സ് പ്ലസ് ഈ D-x ആയിരിക്കും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഞാൻ ആ ഇക്വേഷൻ ഇടാൻ പോവാണ്. E = Q/2πε × 1/x + 1/D-x. ശരിക്കും ഇത് വരുന്നത് സൂപ്പർ പൊസിഷൻ, ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ്? Q/2πεx + Q/2πε × D-x എന്ന് എഴുതാം. അതിനകത്ത് ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്, കോമൺ ടേം ആണ്. സോ ഇതിനെ ഞാൻ പുറത്തെടുത്തിട്ടാണ് Q/2πε × ബ്രാക്കറ്റിനകത്ത് 1/x + 1/D-x. എങ്ങനെയാണ് ഈ എക്സും ഈ D-xും വന്നതെന്ന് ക്ലിയർ ആണല്ലോ. നമ്മളൊരു പോയിന്റ് എക്സ് ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്തിട്ടാണ് ശരിക്കും കപ്പാസിറ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ബാക്കി നോക്കാം. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിപ്പം V = നമ്മളിപ്പോൾ പറഞ്ഞു V = എന്താണെന്ന് പറഞ്ഞത്? ഇന്റഗ്രൽ ഇ ഡി എക്സ് എന്നാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിനകത്തുനിന്ന് ഇ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി, ഇ എന്ന് പറയുന്നത് കിട്ടി. ദെൻ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദെൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് R മുതൽ D-r വരെയാണ്. കാരണം R to D-r എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. റേഡിയസ് വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ലിമിറ്റ് നിങ്ങളൊന്ന് ഓർത്താൽ മതി. V = R to D-r Q/2πε × 1/x + 1/D-x dx. ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ളതിന് കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു. ദാറ്റ് ഈസ് Q/2πε ഇന്റഗ്രൽ R to D-r 1/x + 1/D-x. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സാധാ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 - dx എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ലോഗ് എന്ന് പറയുന്ന ടേമിലോട്ട് കൊണ്ടുവരാം. അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കാം. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയ? V = Q/2πε ഇന്റഗ്രൽ R to
d minus r 1 by x plus 1 divided by d minus x dx. എന്താണ് x എന്താണ് d minus x എന്നൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി ഇവിടെ ഒരു റിസൾട്ട് നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട്, ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സെയിം രീതിക്ക് തന്നെയാണ് നമ്മുടെ ഇൻഡക്റ്റൻസിൽ വരിക. അപ്പോൾ ഇൻഡക്റ്റൻസിൽ ഞാൻ ഈ സ്റ്റെപ്സ് എല്ലാ സ്റ്റെപ്സും, അതായത് ഇതുപോലെ ചെയ്ത സ്റ്റെപ്സുകൾ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിൽ കപ്പാസിറ്റൻസ് അങ്ങ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഇൻ്റഗ്രൽ 1/x dx നമുക്ക് ഓൾറെഡി ഉള്ള റിസൾട്ടാണ് എന്ത്, നാച്ചുറൽ ലോഗ് എക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ അപ്പോൾ എന്ത് വരും, 1 divided by d minus x. അപ്പോൾ എന്താവും, d minus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് നാച്ചുറൽ ലോഗ് d minus x എന്നായിരിക്കും വരിക. ഈ രണ്ട് റിസൾട്ട് ജസ്റ്റ് നോട്ട് ചെയ്തോളാം. ഈ രണ്ട് റിസൾട്ടിൻ്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ബാക്കി അതിൻ്റെ ഡെറിവേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് v is equal to q divided by, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ റിസൾട്ട് ഞാൻ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇൻ്റഗ്രേഷൻ മാത്രം. അപ്പോൾ ഈ 1/x നാച്ചുറൽ ലോഗ് എക്സ് എന്ന് വന്നു. ദെൻ 1 divided by d minus x ആയതുകൊണ്ട് മൈനസ് നാച്ചുറൽ ലോഗ് d minus x എന്നായിരിക്കും നമ്മുടെ ടേംസ് വരിക. ദെൻ ലിമിറ്റ് എന്താണ്, 6 മുതൽ d minus r വരെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഏതൊക്കെയാണ് ലിമിറ്റ്, 6 മുതൽ d minus r വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് വരിക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാൽ ലിമിറ്റ് എന്താണ്, d minus r, എക്സിന് ഞാൻ d minus r കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നാച്ചുറൽ ലോഗ് എക്സിന് d minus r, ദാറ്റ് ഈസ് d minus r മൈനസ് നാച്ചുറൽ ലോഗ് d minus r മൈനസ് r എന്ന് വരുന്നു. ഇവിടെ ഈ മൈനസ് ആറും ആറും ക്യാൻസൽ ചെയ്ത് പോകുന്നു, അതൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, നാച്ചുറൽ ലോഗ് d minus r മൈനസ് നാച്ചുറൽ ലോഗ് r എന്ന് പറയുന്ന ടേം കിട്ടും. ദെൻ അടുത്ത എന്താണ്, അടുത്ത ലിമിറ്റ് ഏതാണ്, എക്സിന് ഞാൻ r ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു r ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ എക്സിന് പകരം ഇവിടെ r ഇട്ട് കൊടുത്തു, ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗ് r മൈനസ് നാച്ചുറൽ ലോഗ് d മൈനസ് എക്സിന് പകരം r കൊടുത്തു. സോ വി ഗെറ്റ് എന്താണ്, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്ത ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഈ മെയിൻ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിനകത്ത് ഇക്വേഷൻ നമ്പർ 1, 2 എന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം അത്രയും വലിയ ഇക്വേഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് എല്ലാം കോമൺ ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്തതിന് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തത് കാണിച്ചിട്ടുള്ളത്. അടുത്ത ഇൻഡക്റ്റൻസിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ലിമിറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നൊന്നും കാണിക്കില്ല. ഓക്കെ, ജസ്റ്റ് സ്റ്റെപ്സ്, ഡെറിവേഷൻ്റെ നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സുകൾ മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അപ്പോൾ നോക്കി, ലിമിറ്റ് അപ്ലൈ ചെയ്തു, ആ രണ്ട് ലിമിറ്റും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ, നമ്മുടെ മെയിൻ ഇക്വേഷൻ്റെ ഈ ഇക്വേഷനകത്തോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ln x, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ എന്ത് വരും, v is equal to q divided by, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്ന് ഓർക്കണ്ട, ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങിയെങ്കിൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്നപ്പം ആ ഒരു ഇക്വേഷൻ ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. v is equal to ഇത് ക്യാപിറ്റൽ q എന്ന് എഴുതുക കേട്ടോ. q divided by 2 pi epsilon നാച്ചുറൽ ലോഗ് എന്താണ്, എക്സിന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുക്കും, നാച്ചുറൽ ലോഗ് d minus r മൈനസ് നാച്ചുറൽ ലോഗ് r മൈനസ് നാച്ചുറൽ ലോഗ് r മൈനസ് ln d minus r എന്ന് വരുന്നു. ഇതിനകത്ത് ആവശ്യമില്ലാത്തതിനെ ക്യാൻസൽ ചെയ്തു, d minus r d പ്ലസ് മൈനസും ഇവിടെ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നമ്മുടെ ln, ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഈ സ്റ്റെപ്സ് ഒന്നും ഞാൻ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഇതിനകത്ത് കുറച്ച് ക്യാൻസൽ ചെയ്ത് പോകാനുള്ളതുണ്ട്, അത് ക്യാൻസൽ ചെയ്യുക. ഫൈനലി വി ഗെറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നോക്കി, v ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ നാച്ചുറൽ ലോഗ് d മൈനസ് r ബൈ r. ഇതാണ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇത് നോട്ട് ചെയ്തോളാം. പിന്നെ ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള മാത്സ് അല്ലെങ്കിൽ ബേസിക് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസോ പാടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ എന്താ കിട്ടി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് v കിട്ടി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v ഇതാണ് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ശേഷം ഇനി എന്തായിരിക്കും ചെയ്യുന്നത്, ഇനി നമുക്ക് കപ്പാസിറ്റൻസ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാം, ദെൻ കപ്പാസിറ്റൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് v കിട്ടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് v കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ആ v എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു q ബൈ v, q ഡിവൈഡഡ് ബൈ v നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി എന്താണ്, q ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ നാച്ചുറൽ ലോഗ് d മൈനസ് r ബൈ r. ഇതിനകത്ത് ഈ q ക്യാൻസൽ ചെയ്യും. ദെൻ എന്താണ് വരിക, പൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗ് d മൈനസ് r ബൈ r എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ
ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ ആർ, ആർ എന്ന് പറയുന്നതിനേക്കാളും മച്ച് ഗ്രേറ്റർ ആണ് അതിന്റെ ഡിസ്റ്റൻസ് എങ്കിൽ, അതായത് ആ ഗ്രേറ്റർ ആണ് ഡിസ്റ്റൻസ് എങ്കിൽ നമ്മൾ ഈ ഡി മൈനസ് ആർ എന്ന് പറയുന്നത് ഡി ആയിട്ട് ഈക്വൽ ആവും. ദാറ്റ് ഈസ് ഡി മൈനസ് ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി. സോ ഈ ഇക്വേഷനകത്തോട് ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു എന്താ വരിക, പൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗ് ഡി ബൈ ആർ എഫ് എം എന്ന് പറയുന്നത്. എഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡ് ആണ്, ഫാരഡ് പെർ മീറ്റർ ആണ്, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. So this is the derivation of capacitance of a two-wire transmission line. അപ്പോൾ ഇതാണ് ഒരു കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ. ഇതിനകത്ത് ഓൾറെഡി ഉള്ള റിസൾട്ട്, അതായത് ഓൾറെഡി ഉള്ള ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, അങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ നേരിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഡെറിവേഷനകത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കപ്പാസിറ്റൻസ് ഡെറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓൾറെഡി എന്താണ് നമ്മൾ ചെയ്തത്, ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയുന്ന ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു, എഴുതി. ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡെറിവേഷൻ നോക്കാം. അടുത്ത ഡെറിവേഷൻ എന്താന്ന് നോക്കിയേ, ഇൻഡക്റ്റൻസ്. നമ്മളിപ്പോൾ ചെയ്തതിന്റെ പോലെ തന്നെയാണ് ഇൻഡക്റ്റൻസ് ഓഫ് എ ടു വേ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്, നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് എടുക്കുന്നു, രണ്ടിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്, പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ചാർജസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. നമ്മൾ ഇൻഡക്ടറിന്റെ കേസിൽ വരുമ്പം ടു വേ ട്രാൻസ്മിഷൻ ലൈൻ കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കറണ്ട്. അതായത് ഇൻഡക്റ്റൻസിന്റെ കേസിൽ വരുമ്പം രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൽ അവരെടുത്തിരിക്കുന്ന ക്യാരി ചെയ്യുന്ന കറണ്ട് എന്താണ്, ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദീസ് കണ്ടക്ടേഴ്സ് എന്ത് വരും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈച്ച് വയറിലും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്തായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് കപ്പാസിറ്റൻസ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എനർജി, മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആര്, നമ്മുടെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലൈൻ സ്റ്റോർ മാഗ്നറ്റിക് എനർജി. അപ്പോൾ മാഗ്നറ്റിക് എന്ന് കേൾക്കുമ്പോൾ ഓർത്തോണം ദാറ്റ് ഈസ് ഇൻഡക്റ്റൻസ് റിലേറ്റഡ് ആയിരിക്കും. നമ്മുടെ കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയും. സോ ഇത് ഇൻഡക്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സിഗ്നൽ പ്രൊപ്പഗേഷൻ, എനർജി സ്റ്റോറേജ് ഇൻ എ ലൈൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇൻഡക്റ്റൻസ്, ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്, എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത്. അതായത് നിങ്ങൾ ആദ്യമേ ബേസിക് എന്താണ് ഒരു ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് ഡെറിവേഷനിലോട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയതിന്റെ പോലെ തന്നെയാണ് ഒരെണ്ണം. ഇതിനകത്ത് പക്ഷേ എന്താണ്, കറണ്ട് ആണ് കേട്ടോ. കറണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കറണ്ട് ആയിരിക്കും രണ്ട് കണ്ടക്ടറിൽ പാസ് ചെയ്യുന്നത്. സോ നോക്കി, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫിഗർ നിങ്ങൾ വരയ്ക്കണം, എങ്ങനെ വേണം വരയ്ക്കാം. ചിലതിനകത്ത് ജസ്റ്റ് പോയിന്റ് ചാർജ് പോലെ കാണിച്ചിട്ട് അതിന് ചുറ്റും ഇതെന്താണ്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കും. ചില ഓരോരോ ഫിഗേഴ്സ് നിങ്ങൾ എങ്ങനെയാണോ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്, ഏതാ ഫിഗർ ആണോ ആ ഫിഗർ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്തിട്ട് അതിന് ചുറ്റും ജസ്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചാൽ മാത്രം മതി. സോ നോക്കിയേ, എന്താ ഇതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്, ടു പാരലൽ സിലിണ്ടറിക്കൽ കണ്ടക്ടേഴ്സ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത്. ഓരോ കണ്ടക്ടേഴ്സിന്റെയും റേഡിയസ് എന്ന് പറയുന്നത് 6 റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റേഡിയസ് 6. ദെൻ ഡിസ്റ്റൻസ്, ഈ രണ്ട് കണ്ടക്ടേഴ്സും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഡിസ്റ്റൻസ് d ആണ്. ഇത് സ്മോൾ ലെറ്റർ d ആക്കിക്കോളൂ കേട്ടോ. സ്മോൾ ലെറ്റർ d ആണ്. ദെൻ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്നു നോക്കിയാൽ, ഒരു കണ്ടക്ടറിൽ പ്ലസ് i എന്ന് പറയുന്ന കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു, മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് സൈൻ ഇൻഡിക്കേറ്റ്സ് മൈനസ് i. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഐയിലോട്ട് അടുത്ത കറണ്ട് ഫ്ലോ ചെയ്യുന്നു. മീഡിയം എന്ന് പറയുന്നത് എയറോ ഡൈലക്ട്രിക്കോ ആവാം. അപ്പോൾ ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ആദ്യം ഒരു ഡെറിവേഷൻ തുടങ്ങിയാൽ ആദ്യം അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, അതിനുശേഷം വേണം ഡെറിവേഷനകത്തോട്ട് പോകാൻ. അപ്പം നമ്മുടെ ഇൻഡക്റ്റൻസ്, നമ്മൾ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്തപ്പോൾ എന്തായിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പം ഇൻഡക്റ്റൻസിനകത്ത് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ് ആണ് കേട്ടോ, മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആദ്യം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബി എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഫ്ലെക്സ് ലിങ്കേജ് ആണ് വേണ്ടത് കേട്ടോ. ബി ഈസ് ഈക്വൽ ടു mu I divided by 2πx. ഇത് ഓൾറെഡി ഉള്ള റിസൾട്ട് ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഫ്ലെക്സ് ലിങ്കേജിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പം മറ്റേതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു എങ്കിൽ ഇൻഡക്റ്റൻസിനകത്ത് വരുമ്പോൾ ഫ്ലെക്സ് ലിങ്കേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഫ്ലെക്സ് ലിങ്കേജ് നോക്കിയാൽ ഇൻഡക്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫ്ലെക്സ്, നമ്മുടെ ഇൻഡക്റ്റൻസ് L ഇസ് ഈക്വൽ ടു ഫ്ലെക്സ് ലിങ്കേജ് ബൈ I എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലെക്സ് ലിങ്കേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് കറണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്റ്റൻസ് കിട്ടും. അതൊരു ഡെറിവേഷൻ ഇത് കഴിയും. മറ്റേതിൽ എന്തായിരുന്നു? C ഇസ് ഈക്വൽ ടു Q ബൈ V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ചാർജ് വെച്ച് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കപ്പാസിറ്റൻസ് കിട്ടി. അപ്പോൾ അതായിരുന്നു നേരത്തെ കണ്ടുപിടിച്ച ട്രാൻസ്മിഷൻ ലൈനിന്റെ കപ്പാസിറ്റൻസ്. അപ്പോൾ ഞാൻ നോക്കിയേ, വി കാൽക്കുലേറ്റ് ഫ്ലെക്സ് ലിങ്കിങ് വൺ കണ്ടക്ടർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കണ്ടു, രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ? രണ്ട് കണ്ടക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എന്ന് വെച്ചാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു കണ്ടക്ടറിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടക്ടറിന് മറ്റൊരു കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന ഫ്ലെക്സ് ലിങ്കേജ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം ഫ്ലെക്സ് ലിങ്കേജ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് മറ്റതുപോലെ തന്നെ സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് രണ്ട് സൈൻ കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? L കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഡ്യൂ ടു, അപ്പോൾ ഫ്ലെക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് എങ്ങനെയാണ്? ഒരു കണ്ടക്ടറിനെ കണ്ടുപിടിക്കുന്നു, മറ്റേ കണ്ടക്ടറിനെ കണ്ടുപിടിക്കുന്നു, then ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ ഫ്ലെക്സ് ഡ്യൂ ടു വൺ കണ്ടക്ടറാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ടേക്ക് വയർ, നമ്മൾ ഫസ്റ്റ് വയർ ക്യാരിങ് കറണ്ട് എന്ന് പറയുന്നത് +I ആണ് ക്യാരി ചെയ്യുന്നത് വിചാരിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടല്ലോ, രണ്ട് കണ്ടക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന്റെ കറണ്ട് I+I യും മറ്റേതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് ഷോസ് -I. അത് നമ്മൾ കണ്ടു. അപ്പോൾ ഫ്ലെക്സ് എങ്ങനെയാണ്? ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, B എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. B1 ഇസ് ഈക്വൽ ടു എന്താണ്? μI ഡിവൈഡഡ് ബൈ 2πx. μI ഡിവൈഡഡ് ബൈ 2πx എന്ന് പറയുന്നതാണ് ജനറൽ ഇക്വേഷൻ. ദെൻ ഫ്ലെക്സ് ത്രൂ ഫസ്റ്റ് സ്ട്രിപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് സ്ട്രിപ്പ് നോക്കുകയാണ്. ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ആ കണ്ടക്ടറാണ് കേട്ടോ. ഫ്ലെക്സ് ത്രൂ എ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് dx. നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ആ ഓവറോൾ ആ എൻറ്റയർ വയറിന്റെ ഇൻഡക്റ്റൻസ് അല്ല, നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പൊസിഷനെ വെച്ചിട്ടായിരിക്കും ഇൻഡക്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ചില ടെക്സ്റ്റിനകത്ത് ഫ്ലെക്സ് ലിങ്കേജിന് സൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഫൈ യൂസ് ചെയ്യും. രണ്ടും കറക്റ്റ് ആണ്. ഏതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് d phi is equal to B1 into L into dx. L എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് L എന്ന് പറയുന്നത് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ ആണ്. സോ B dx എന്നാണ് എടുക്കുക. L is equal to 1 ആയിട്ടാണ് എടുക്കുക. സോ എക്സ്റ്റേണൽ ഫ്ലെക്സ് ലിങ്കേജ് നമ്മൾ ഫസ്റ്റ് വയർ ആണ് നോക്കുന്നത്. Phi11 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ Psi11 is equal to ഇന്റഗ്രൽ R to D. R to D ആണ് എടുത്തിരിക്കുന്നത്, കാരണം ഇന്നർ ടു ഔട്ടർ ആയി എടുക്കുക. ദാറ്റ് ഈസ് R റേഡിയസ് ടു ക്യാപിറ്റൽ D. ദെൻ μI ഡിവൈഡഡ് ബൈ 2πx dx. ദെൻ ഇതിനകത്ത് നിന്ന് കോൺസ്റ്റന്റ് ടേമിനെ പുറത്തെടുത്തിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷൻ ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് that term ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദെൻ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതിനകത്ത് 1-2 സ്റ്റെപ്സ് മിസ്സിംഗ് ആണ്. ഇതിനകത്ത് എല്ലാ സ്റ്റെപ്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് മീൻസ് അത് പറയാതിരുന്നത്. നമ്മൾ കപ്പാസിറ്റൻസിനകത്ത് അങ്ങനെ ഒരു ഇന്റഗ്രേഷന്റെ എല്ലാ സ്റ്റെപ്സുകളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻഡക്റ്റൻസിന്റെ കേസിലും വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സ്കിപ്പ് ചെയ്തു. കാരണം അതത്ര ഇമ്പോർട്ടൻസ് അല്ല. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇന്റഗ്രേഷനും നാച്ചുറൽ ലോഗും വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം അതിന്റെ ഒന്നും സ്റ്റെപ്സ് നിങ്ങൾ എക്സാമിനും ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് അതിങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നാൽ മാത്രമേ ഫൈനലി അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് μI ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് D/R എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് കിട്ടും. ഇതുപോലെ തന്നെ വയർ 2ന്റെയും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ വയർ 2നും Phi1 അല്ലെങ്കിൽ Psi1 എന്ന് പറയുന്ന ടേമിലോട്ട് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് അതെങ്ങനെയാ നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വയറിന്റെ ഫ്ലെക്സ് നോക്കുകയാണ്. രണ്ടാമത്തെ നോക്കിയാൽ ഫ്ലെക്സ് ഡ്യൂ ടു അതർ കണ്ടക്ടർ. രണ്ടാമത്തെ വയറിന്റെ എഫക്റ്റിൽ നോക്കുകയാണ്. സിമിലർലി വയർ 2 എന്ന് പറയുന്നത് ഫ്ലെക്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് ലിങ്ക്സ് ഇൻ വയർ 1. ഫ്ലെക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷേങ്കിൽ നമ്മൾ ഇതിനകത്ത് നെഗറ്റീവ് സൈൻ ഒന്നും ഡിസ്റ്റൻസ് നോക്കിയ ഇക്വേഷൻ എന്താ പറയുക? Psi12 എന്നാണ് എഴുതിയത്. മറ്റേത് 1 ഇത് 1 2 μI ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് D/R. ഇതിനകത്ത് എന്തില്ല? മറ്റേതിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. എന്തുകൊണ്ടായിരിക്കും മാറ്റം ഇല്ലാത്തത്? കാര്യം മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്. കറണ്ട് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിരിക്കുന്നത്. ബട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ രണ്ടും കൂടെ സെയിം ഡയറക്ഷൻ ആയിട്ട് എടുത്ത് ആഡ് ചെയ്യാണ്. അതായത് ക്യാൻസൽ ചെയ്ത് പോവില്ല. നെഗറ്റീവ് ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് വരില്ല. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? Phi അല്ലെങ്കിൽ Psi12 is equal to μI by 2π natural log D/R. അപ്പൊ രണ്ട് ഇക്വേഷനും വന്നു. ഇനി ടോട്ടൽ ഫ്ലെക്സ് ലിങ്കേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യാണ്.
രണ്ടും കൂടെ ആഡ് ചെയ്യുക, ദെൻ അതിനകത്തൊന്ന് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. ഫൈനലി നമുക്ക് കിട്ടുന്നത് μi ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് d/r എന്ന് പറയുന്ന ടേം ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് പെർ കണ്ടക്ടർ നമുക്ക് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇനി ഇൻഡക്ടൻസ് ആയിരിക്കണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇൻഡക്ടൻസ് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം. ഇനി അടുത്ത ഇൻഡക്ടൻസും കൂടെ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഇൻഡക്ടൻസും കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ. ഇൻഡക്ടൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇൻഡക്ടൻസ് എന്താണ്? L is equal to psi divided by I ആണ്. psi അല്ലെങ്കിൽ phi divided by I ആണ്. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? L is equal to mu by pi natural log d/r. ഇവിടെ I ഉണ്ട്, ഈ ഐയും ഈ ഐയും കൂടെ ക്യാൻസൽ ചെയ്ത്. ആ സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല. കാര്യം ഡെറിവേഷൻ അകത്ത് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് അല്ല. ഫൈനലി നിങ്ങൾ എത്തുന്ന ആൻസർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഒരുപാട് വലിയ മാർക്കിന് ചോദിക്കാനുള്ള അത്രയും ഇല്ല. അപ്പം ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? L is equal to mu by pi natural log d/r ഹെൻറി പെർ മീറ്റർ എന്നാണ് വരിക കേട്ടോ. h ബാർ m എന്ന് എഴുതി. മറ്റേത് ഫാരഡ് ആയിരുന്നു, ഇത് ഹെൻറി ആണ്. അപ്പം ഇതാണ് ശരിക്കും എന്ത്? ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ. അപ്പം ഞാനിത് ഒരു വീഡിയോ ആയിട്ടും അടുത്തത് ഇനി നമ്മൾ എന്താണ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് ഓഫ് കോയാക്സിൽ കേബിൾ അത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് ഒന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് ന്യൂമറിക്കൽസ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഡെറിവേഷൻ അങ്ങനെ എക്സാമിന് ചോദിക്കണം എന്നില്ല, പക്ഷെ എന്നാലും ഡെറിവേഷൻ ചോദിച്ചാൽ ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിന് ഡെറിവേഷൻ ചോദിച്ചാൽ ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് അതിനകത്തുള്ള ഓരോ പാരാമീറ്റേഴ്സും നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ അതിനകത്തെ ഓൾറെഡി ഉള്ള റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം അത്രയും സമയം നിങ്ങൾക്ക് അവിടെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ റിസൾട്ട് നേരിട്ട് തന്നെ എഴുതുക. എഴുതിയിട്ട് ഫൈനലി നിങ്ങളുടെ ആൻസർ എത്തുക. പിന്നെ ഇതിനകത്തുനിന്ന് കൂടുതലും ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് വെച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആകെ ഇപ്പം നോക്കിയത് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് എ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ. ഒന്നെങ്കിൽ 2-വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്നോ അല്ലെങ്കിൽ പാരലൽ കണ്ടക്ടേഴ്സ് എന്നോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചത് കൊണ്ട് അയ്യോ അത് പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കരുത്. രണ്ടും സെയിം ആണ്. ഓക്കെ, ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇക്വേഷൻസ് യൂണിറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് എഴുതാൻ നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക്